എല്ലാവർക്കും ഡയറക്റ്റ് ഹോം പി എസ് സിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് തറയൻ യുദ്ധങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇന്ത്യൻ ചരിത്രത്തെ സംബന്ധിച്ചുള്ളൊരു ആദ്യത്തെ അത് പാർട്ട് 1 ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് കണ്ടു നോക്കുക, അതിനുശേഷം ഇത് കാണുക. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക് എന്താണെന്നുണ്ടെങ്കിൽ തറയൻ യുദ്ധങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ ഒന്നാം തറയൻ യുദ്ധം നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1191 അപ്പോൾ കൊല്ലവർഷം 1191 ഒന്നാം തറയൻ യുദ്ധം നടന്നത്. അതുപോലെ തന്നെ ഈ ഒന്നാം തറയൻ യുദ്ധത്തിൽ ഈ പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തി. നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ഈ തറയൻ യുദ്ധങ്ങളെന്ന് അറിയപ്പെടുന്നത്. അതായത് തറയൻ യുദ്ധത്തിൽ 2 അധികാരികൾ അതായത് നേതാക്കന്മാരുണ്ടായിരുന്നു, പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും. അപ്പോൾ 1191 നടന്ന ഒന്നാം തറയൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തി. ഇനി നമുക്ക് രണ്ടാം തറയൻ യുദ്ധം നോക്കാം. ഈ രണ്ടാം തറയൻ യുദ്ധം നടന്ന വർഷമാണ് 1192. ഈ ഒന്നാം തറയൻ യുദ്ധത്തിൻ്റെ വർഷം നിങ്ങൾക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ രണ്ടാം തറയൻ യുദ്ധം ഈസിയാണ്. കാരണം ഇവിടെ ഒന്നാം തറയൻ യുദ്ധം എന്ന് പറയുമ്പോൾ 1191 അവസാനിക്കുന്നത്. അതായത് ഒന്നാം തറയൻ യുദ്ധം ഡേറ്റ് ചോദിച്ചാൽ 1191, ഒന്നാം തറയൻ യുദ്ധം 91 അതിൽ തന്നെ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ രണ്ടാം തറയൻ യുദ്ധം നടന്നെന്ന് പറയുമ്പോൾ 92 എന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ രണ്ടാം തറയൻ യുദ്ധം നടന്ന വർഷം 1192. അപ്പോൾ ഈ രണ്ടാം തറയൻ യുദ്ധത്തിൽ നമ്മുടെ മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്നാം തറയൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തി. എന്നാൽ രണ്ടാം തറയൻ യുദ്ധത്തിൽ നേരെ വിപരീതമായിട്ടാണ് ഉണ്ടായത്. അതായത് പൃഥ്വിരാജ് ചൗഹാനെ മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തി. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, രണ്ടാം തറയൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്താൻ മുഹമ്മദ് ഗോറിയെ സഹായിച്ച ഇന്ത്യൻ ഭരണാധികാരിയാണ് ജയചന്ദ്രൻ. അപ്പോൾ ജയചന്ദ്രൻ എന്നൊരു ഭരണാധികാരിയാണ് ഈ രണ്ടാം തറയൻ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറിയെ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്താൻ സഹായിച്ച ഒരു ഭരണാധികാരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തറയൻ യുദ്ധങ്ങൾ മറ്റൊരു പേരിലും അറിയപ്പെടുന്നു, താനേശ്വർ യുദ്ധം. അപ്പോൾ PSC എങ്ങനെ ചോദിക്കാമെന്ന് നമുക്കറിയില്ല, രണ്ടും പഠിച്ചു വയ്ക്കുക. അപ്പോൾ തറയൻ യുദ്ധങ്ങൾ ഈസ് ഈക്വൽ ടു താനേശ്വർ യുദ്ധം. അതായത് തറയൻ യുദ്ധങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് താനേശ്വർ യുദ്ധം എന്ന് മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ്, നമ്മുടെ ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന്, അതായത് ഇസ്ലാമിക ഭരണത്തിന് ഈ അടിത്തറ പാകിയ യുദ്ധമാണ് ഈ താനേശ്വർ യുദ്ധം അഥവാ തറയൻ യുദ്ധങ്ങൾ. അപ്പോൾ എന്താ പറഞ്ഞത്, ഈ തറയൻ യുദ്ധങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിനല്ല ഇസ്ലാമിക ഭരണത്തിന് അടിത്തറ പാകിയത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ തറയൻ യുദ്ധത്തിനെ കുറിച്ചുള്ള ജസ്റ്റ് ഫാക്റ്റുകളൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഒന്നാം തറയൻ യുദ്ധം 1191, രണ്ടാം തറയൻ യുദ്ധം 1192. അതുപോലെ തന്നെ ഒന്നാം തറയൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തി. രണ്ടാം തറയൻ യുദ്ധത്തിൽ നേരെ ഓപ്പോസിറ്റാണ്, അതായത് പൃഥ്വിരാജ് ചൗഹാനെ മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തി. പിന്നെ നമ്മൾ പറഞ്ഞത് രണ്ടാം തറയൻ യുദ്ധത്തിൽ നമ്മുടെ മുഹമ്മദ് ഗോറിയെ സഹായിച്ച വ്യക്തിയാണ് ജയചന്ദ്രൻ. അതുപോലെ തന്നെ തറയൻ യുദ്ധങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് താനേശ്വർ യുദ്ധങ്ങൾ. അപ്പോൾ അടുത്തൊരു ഫാക്റ്റ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിലായിരുന്നു കൃഷി എന്ന് പറയുന്നത്. എന്താണ് മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്താണെന്ന് ചോദിച്ചാൽ കൃഷിയാണ്. നെക്സ്റ്റ്, മധ്യകാലഘട്ടത്തിലെ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു നൽകുന്ന സമ്പ്രദായമാണ് ജാഗിർദാരി സമ്പ്രദായം. അപ്പോൾ ജാഗിർദാരി സമ്പ്രദായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി, അതായത് ലാൻഡ് പതിച്ചു നൽകുന്ന സമ്പ്രദായമാണ് ജാഗിർദാരി സമ്പ്രദായം. നെക്സ്റ്റ്, നമ്മുടെ മധ്യകാല ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന തപാൽ സമ്പ്രദായങ്ങളാണ് 2 ഉല്ലൂഗും ദാവയും. അപ്പോൾ മധ്യകാല ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന തപാൽ സമ്പ്രദായങ്ങളാണ് ഉല്ലൂഗ്, അതുപോലെ തന്നെ ദാവ. ഇതിൽ ഉല്ലൂഗ് എന്ന് പറയുന്നത് കുതിരകൾ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായമാണ്. അതുപോലെ തന്നെ ദാവ എന്ന് പറയുന്നത് കാൽനടയായിട്ടുള്ള തപാൽ സമ്പ്രദായമാണ്. അപ്പോൾ എന്താ പറഞ്ഞത്, നമ്മുടെ മധ്യകാല ഇന്ത്യയിൽ ജനങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിലാണ് കൃഷി. അതുപോലെ തന്നെ മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായിട്ട് എന്താ കൊടുത്തിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയാണ്.
അപ്പോൾ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റിക്ക് പറഞ്ഞിരുന്ന പേരാണ് ജാഗിർദാരി സമ്പ്രദായം എന്ന്. അതുപോലെ തന്നെ മധ്യകാല ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന തപാൽ സമ്പ്രദായങ്ങളാണ് ഉല്ലൂഗും അതുപോലെ തന്നെ ദാവയും. ഉല്ലൂഗ് എന്ന് പറയുന്നത് കുതിരകൾ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായം. ദാവ എന്ന് പറയുന്നത് കാൽനടയായിട്ട് ചെയ്തിരുന്ന ഒരു പ്രവൃത്തി. പറയാനുള്ളൊരു ടോപ്പിക് എന്താണെന്നുണ്ടെങ്കിൽ മധ്യകാലഘട്ടത്തിലെ പ്രധാന കൃതികളാണ്. അപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട കൃതിയും അതെഴുതിയ കവികളെയും കുറിച്ച് ഇവിടെ പറയാം. അപ്പോൾ ഫസ്റ്റത്തെ കൃതി എന്താണെന്നുണ്ടെങ്കിൽ താരിഖ് ഇ യാമിനി. അതിൻ്റെ കർത്താവാണ് അൽ ഉത്ബി. അപ്പോൾ താരിഖ് ഇ യാമിനി എന്ന കൃതി എഴുതിയത് അൽ ഉത്ബി. പിന്നെ കിതാബ് ഉൾ യാമിനി എന്ന് എഴുതിയത് അൽ ഉത്ബി. എന്താണ് കിതാബ് ഉൾ യാമിനി എന്ന കൃതി എഴുതിയതും അൽ ഉത്ബി തന്നെയാണ്. അപ്പോൾ ഇവിടെ അൽ ഉത്ബി എഴുതിയ 2 കൃതികളാണ് താരിഖ് ഇ യാമിനി അതുപോലെ തന്നെ കിതാബ് ഉൾ യാമിനി. അടുത്ത ഒരു കൃതി എന്താണെന്നുണ്ടെങ്കിൽ ഫുത്തൂഹ് അസ് സലാത്തിൻ എന്ന കൃതി എഴുതിയത് ഇസാമി എന്ന് പറഞ്ഞൊരു കൃതി ഗ്രന്ഥകർത്താവാണ്. ഈ ചർക്കയെക്കുറിച്ച് ആദ്യമായി പരാമർശിച്ച ഗ്രന്ഥം കൂടിയാണ് ഈ ഇസാമി എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ഇസാമി രചിച്ചിട്ടുള്ള ഫുത്തൂഹ് അസ് സലാത്തിൻ എന്ന് പറഞ്ഞ കൃതി. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വയ്ക്കുക. ഫുത്തൂഹ് അസ് സലാത്തിൻ എഴുതിയത് ഇസാമിയാണ്. അപ്പോൾ ഇത് ചർക്കയെക്കുറിച്ച് പരാമർശിക്കപ്പെട്ട ആദ്യത്തെ ഒരു ഗ്രന്ഥമാണിത്. നെക്സ്റ്റ് താരിഖ് ഇ ഫിറോസ് ഷാഹി എന്ന കൃതി രചിച്ചത് സിയാവുദ്ദീൻ ബറാനിയാണ്. നമുക്ക് കേട്ടാൽ തന്നെ കൺഫ്യൂസ്ഡ് ആവുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റാത്ത ചില പേരുകളാണ്. എന്തായാലും പഠിക്കുക. ഇങ്ങനത്തെ ഫാക്റ്റിൽ നിന്നായിരിക്കും കൂടുതൽ PSC ചോദിക്കുക. അപ്പോൾ നമ്മൾ മിസ്സാക്കാൻ പാടില്ല, എല്ലാം A to Z കാര്യങ്ങൾ പഠിച്ചു പോകണം. അപ്പോൾ എന്താ പറഞ്ഞത്, താരിഖ് ഇ ഫിറോസ് ഷാഹി എന്നൊരു കൃതി എഴുതിയ വ്യക്തിയാണ് സിയാവുദ്ദീൻ ബറാനി. അതുപോലെ തന്നെ ഫത്വ ഇ ജഹന്തരി എന്ന കൃതി എഴുതിയതും സിയാവുദ്ദീൻ ബറാനിയാണ്. അപ്പോൾ ഇവിടെ സിയാവുദ്ദീൻ ബറാനി എന്ന വ്യക്തി എഴുതിയ 2 കൃതികളാണ് താരിഖ് ഇ ഫിറോസ് ഷാഹി എന്നതും അതുപോലെ തന്നെ ഫത്വ ഇ ജഹന്താരി എന്ന് പറയുന്നതും. നെക്സ്റ്റ് താരിഖ് ഇ അലൈ എന്ന് പറഞ്ഞ കൃതി എഴുതിയത് അമീർ ഖുസ്രുവാണ്. അപ്പോൾ അമീർ ഖുസ്രു എന്ന് പറഞ്ഞ എന്താ പറയുക കർത്താവ് രചിച്ച ഒരു ഗ്രന്ഥമാണ് താരിഖ് ഇ അലൈ. അതുപോലെ തന്നെ ഷാജഹാൻ നാമ എന്ന കൃതി രചിച്ചത് ഇനായത്ത് ഖാനാണ്. ഷാജഹാൻ നാമ ഇനായത്ത് ഖാൻ. അപ്പോൾ അത്രയുമാണ് നമുക്ക് മധ്യകാലഘട്ടത്തിൽ പ്രധാന കൃതികൾ എന്നൊരു ടോപ്പിക്കിൽ വരുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രന്ഥകർത്താക്കളും കൃതികളുടെ പേരും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ഡൽഹി സുൽത്താനേറ്റ്. CE 1206 മുതൽ CE 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയവർ അറിയപ്പെടുന്ന പേരാണ് സുൽത്താൻമാർ എന്ന്. അപ്പോൾ എന്താണ്, CE 1206 മുതൽ CE 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയവർ അറിയപ്പെട്ടിരുന്ന പേരാണ് സുൽത്താൻമാർ എന്ന്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, ഡൽഹിയിൽ സുൽത്താൻമാർ ഭരണം നടത്തിയിരുന്ന കാലഘട്ടം അറിയപ്പെട്ടിരുന്നതാണ് സുൽത്താനേറ്റ് കാലഘട്ടം അല്ലെങ്കിൽ സൽത്തനത്ത് കാലം എന്ന്. രണ്ടും പഠിച്ചു വയ്ക്കുക. ഓപ്ഷനിൽ ഏതാണ് വരുന്നത് അത് നോക്കിയിട്ട് ടിക്ക് ചെയ്യുക. രണ്ടും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആവാനും അല്ലെങ്കിൽ ആ ചോദ്യം വെറുതെ മിസ്സായി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ രണ്ടും പഠിച്ചു വയ്ക്കുക. ഡൽഹിയിൽ സുൽത്താൻമാർ ഭരണം നടത്തിയിരുന്ന കാലഘട്ടം അറിയപ്പെട്ടിരുന്ന പേരാണ് സൽത്തനത്ത് കാലമെന്നും അതുപോലെ തന്നെ സുൽത്താനേറ്റ് കാലമെന്നും. ഇനി നമുക്ക് ഡൽഹി ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട 5 രാജവംശങ്ങളെ കുറിച്ച് നോക്കാം. ആദ്യമായിട്ട് അടിമവംശം, അത് സ്ഥാപിച്ച വ്യക്തിയാണ് കുത്തബുദ്ദീൻ ഐബക്ക്. അതുപോലെ തന്നെ ഈ അടിമവംശത്തിലെ അവസാനത്തെ സുൽത്താനാണ് കൈക്കുബാദ്. പിന്നെ നമുക്ക് പറയാനുള്ളത് അടിമവംശത്തിൻ്റെ ഈ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1206 മുതൽ 1290 വരെയാണ്. അപ്പോൾ എന്താ പറഞ്ഞത്, അടിമവംശം സ്ഥാപകനാണ് കുത്തബുദ്ദീൻ ഐബക്ക്. അതുപോലെ തന്നെ ഈ അടിമവംശത്തിൻ്റെ അവസാനത്തെ സ്ഥാപകൻ സുൽത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ കൈക്കുബാദാണ്. പിന്നെ പറയുന്നത് അടിമവംശത്തിൻ്റെ ഭരണകാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ 1206 മുതൽ 1290 വരെ. അടുത്ത രാജവംശമാണ് ഗിൽജി വംശം. ഇത് സ്ഥാപിച്ച വ്യക്തിയാണ് ജലാലുദ്ദീൻ ഗിൽജി. അതുപോലെ തന്നെ ഈ ഗിൽജി വംശത്തിലെ അവസാനത്തെ സുൽത്താനാണ് മുബാരക് ഷാ. പിന്നെ 1290 മുതൽ 1320 വരെയായിരുന്നു ഗിൽജി വംശത്തിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഗിൽജി വംശം സ്ഥാപിച്ചത് ജലാലുദ്ദീൻ ഗിൽജി. ഇതിലെ അവസാനത്തെ സുൽത്താൻ്റെ പേരാണ് മുബാരക് ഷാ. അതുപോലെ തന്നെ
ഇതിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1290 മുതൽ 1320 വരെയാണ്. നെക്സ്റ്റ് തുഗ്ലക്ക് വംശം. ഇതിൻ്റെ സ്ഥാപകനാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. പിന്നെ ഈ തുഗ്ലക്ക് വംശത്തിലെ അവസാനത്തെ സുൽത്താൻ്റെ പേരാണ് നസറുദ്ദീൻ മുഹമ്മദ്. പിന്നെ 1320 മുതൽ 1414 വരെയായിരുന്നു തുഗ്ലക്ക് വംശത്തിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ തുഗ്ലക്ക് വംശ സ്ഥാപകനാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. പിന്നെ ഇതിൽ അവസാനത്തെ സുൽത്താൻ്റെ പേരാണ് നസറുദ്ദീൻ മുഹമ്മദ്. അതുപോലെ തന്നെ 1320 മുതൽ 1414 വരെയാണ് ഈ തുഗ്ലക്ക് വംശത്തിൻ്റെ ഒരു ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. നെക്സ്റ്റ് സയ്യിദ് വംശം. ഇതിൻ്റെ സ്ഥാപകനാണ് ഗിസർ ഖാൻ. അതുപോലെ തന്നെ അവസാനത്തെ സുൽത്താൻ, അതായത് സയ്യിദ് വംശത്തിലെ അവസാനത്തെ സുൽത്താനാണ് അലാവുദ്ദീൻ ആലം ഷാ. പിന്നെ പറയാനുള്ളത് 1414 മുതൽ 1451 വരെയാണ് സയ്യിദ് വംശത്തിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ സയ്യിദ് വംശം എന്ന് പറയുന്നത് അതിൻ്റെ സ്ഥാപകനാണ് ഗിസർ ഖാൻ. അതുപോലെ തന്നെ അലാവുദ്ദീൻ ആലം ഷായാണ് ഈ സയ്യിദ് വംശത്തിൻ്റെ അവസാനത്തെ സുൽത്താൻ. പിന്നെ പറഞ്ഞത് 1414 മുതൽ 1451 വരെയാണ് സയ്യിദ് വംശത്തിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. ഇനി അവസാനമായിട്ട് പഠിക്കാനുള്ളൊരു ഡൽഹി ഭരിച്ചിരുന്ന രാജവംശമാണ് ലോധി വംശം. അതിൻ്റെ സ്ഥാപകനാണ് ബഹ്ലോൽ ലോധി. അതുപോലെ തന്നെ ഇതിലെ അവസാനത്തെ സുൽത്താൻ്റെ പേര് ഇബ്രാഹിം ലോധി. പിന്നെ 1451 മുതൽ 1526 വരെയാണ് ഈ ലോധി വംശത്തിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? ലോധി വംശത്തിൻ്റെ സ്ഥാപകൻ ബഹ്ലോൽ ലോധി. ഇതിലെ അവസാനത്തെ സുൽത്താൻ്റെ പേരാണ് ഇബ്രാഹിം ലോധി. അതുപോലെ തന്നെ ഇതിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1451 മുതൽ 1526 വരെയാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടിമവംശം. 1206 മുതൽ 1290 വരെയാണ് ഈ അടിമവംശത്തിൻ്റെ ഒരു ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. ഈ ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യത്തെ രാജവംശമാണ് അടിമവംശം. അപ്പോൾ എന്താ പറഞ്ഞത്? ഈ അടിമവംശം എന്ന് പറയുന്നത് ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യത്തെ രാജവംശമാണ്. നെക്സ്റ്റ് അടിമവംശം അറിയപ്പെടുന്ന മറ്റ് പേരുകളാണ് മാമലോക്ക്, ഇൽബാരി, യാമിനി, ഗുലാം വംശം എന്നിങ്ങനെ. ഈ 4 പേരുകളും നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. കാരണം ഇതിലേതാണ് PSC തിരിച്ചും മറിച്ചും ചോദിക്കുന്നത് നമുക്കറിയാൻ പറ്റില്ല. എല്ലാം പഠിച്ചു വയ്ക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യത്തെ രാജവംശമാണ് അടിമവംശം. ഇതറിയപ്പെടുന്ന മറ്റ് പേരുകളാണ് മാമലോക്ക്, ഇൽബാരി, യാമിനി, ഗുലാം വംശം എന്നിങ്ങനെ. നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം രാജവംശമായിട്ടുള്ള അടിമവംശം സ്ഥാപിച്ചത് മുഹമ്മദ് ഗോറിയുടെ അടിമയായിരുന്ന കുത്തബുദ്ദീൻ ഐബക്കാണ്. അപ്പോൾ ഈ കുത്തബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത് മുഹമ്മദ് ഗോറിയുടെ അടിമയായിരുന്നു. അപ്പോൾ ഈ വ്യക്തിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം വംശമായ അടിമവംശം സ്ഥാപിച്ചത്. പിന്നെ നമ്മൾ പറയുന്നത് അതിൻ്റെ ഭരണകാലഘട്ടമാണ് 1206 മുതൽ 1290 വരെ. ഇനി പഠിക്കാനുള്ള ഒരു വ്യക്തിയാണ് കുത്തബുദ്ദീൻ ഐബക്ക്. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ 1206 മുതൽ 1210 വരെയാണ്. ഇദ്ദേഹം അടിമവംശത്തിൻ്റെ സ്ഥാപകനാണ്. അതുപോലെ തന്നെ ഡൽഹിയിലെ ആദ്യത്തെ സുൽത്താൻ, ഡൽഹി സുൽത്താനേറ്റിൻ്റെ സ്ഥാപകൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് കുത്തബുദ്ദീൻ ഐബക്ക്. പിന്നെ പറയാനുള്ളത് കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ച ഭരണാധികാരിയാണ് കുത്തബുദ്ദീൻ ഐബക്ക്. അത് ആ പേരിൽ തന്നെ കിട്ടും, കുത്തബ് മിനാർ, കുത്തബുദ്ദീൻ ഐബക്ക്. അതങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ച ഭരണാധികാരിയാണ് നമ്മുടെ കുത്തബുദ്ദീൻ ഐബക്ക്. നെക്സ്റ്റ് ലാഖ് ഭാഷ, അതായത് ലക്ഷങ്ങൾ ദാനം ചെയ്യുന്നവൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് നമ്മുടെ കുത്തബുദ്ദീൻ ഐബക്ക്. പിന്നെ ഖ്വാജ കുത്തബുദ്ദീൻ ബക്തിയാർ കാക്കി എന്ന സൂഫി വൈദ്യൻ്റെ സ്മരണാർത്ഥമാണ് കുത്തബ് മിനാർ പണി കഴിപ്പിച്ചത്. അപ്പോൾ കുത്തബ് മിനാർ എന്തിൻ്റെ സ്മരണാർത്ഥമാണ് പണി കഴിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖ്വാജ കുത്തബ്ദീൻ ബക്തിയാർ കാക്കി എന്ന സൂഫി വൈദ്യൻ്റെ സ്മരണാർത്ഥമായിട്ട്. നെക്സ്റ്റ് ഇന്ത്യയിലെ ഇസ്ലാമിക ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ മന്ദിരമാണ് കുവത്ത് ഇൽ ഇസ്ലാം. അപ്പോൾ ഈ കുവത്ത് ഉൽ ഇസ്ലാം എന്ന മോസ്കിൻ്റെ നിർമ്മാതാവാണ് ഈ പറഞ്ഞ പോലെ കുത്തബുദ്ദീൻ ഐബക്ക്. ഇത് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ ഇസ്ലാമിക ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ മന്ദിരമായിട്ടുള്ള ഈ കുവൈത്ത് ഉൽ ഇസ്ലാം എന്നൊരു മോസ്കിൻ്റെ നിർമ്മാതാവാണ് കുത്തബുദ്ദീൻ ഐബക്ക്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. നെക്സ്റ്റ് ദിൻക ജോൺപര അജ്മീരിൽ പണി കഴിപ്പിച്ചത് കുത്തബുദ്ദീൻ ഐബക്കാണ്.
അപ്പോൾ ദിൻക ജോൺപര എന്നൊരു നിർമ്മിതി അജ്മീർ എന്ന സ്ഥലത്ത് പണി കഴിപ്പിച്ച ഭരണാധികാരിയാണ് കുത്തബുദ്ദീൻ ഐബക്ക്. നെക്സ്റ്റ് പോളോ, അതായത് ചൗഗാൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഈ പോളോ കളിക്കുമ്പോൾ കുതിരപ്പുറത്ത് നിന്ന് വീണ് മരിച്ച ഭരണാധികാരിയാണ് നമ്മുടെ കുത്തബുദ്ദീൻ ഐബക്ക്. അദ്ദേഹം മരണപ്പെട്ടത് ചോദിച്ചു കഴിഞ്ഞാൽ 1210 അപ്പോൾ ഈ പോളോ അതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ചൗഗാൻ. അപ്പോൾ ഇത് കളിക്കുമ്പോൾ കുതിരപ്പുറത്ത് നിന്ന് വീണ് മരിച്ച ഭരണാധികാരിയാണ് നമ്മുടെ കുത്തബുദ്ദീൻ ഐബക്ക്. അദ്ദേഹം മരിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1210. അടുത്തൊരു ടോപ്പിക്ക്, അടുത്തൊരു ഫാക്റ്റ്, കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ് താജ് ഉൽ മാസിർ. അപ്പോൾ താജ് ഉൽ മാസിർ എന്ന് പറഞ്ഞ കൃതി നമ്മുടെ കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ്. അതിൻ്റെ പേരാണ് താജ് ഉൽ മാസിർ. അപ്പോൾ ഈ കൃതി എഴുതിയ വ്യക്തിയാണ് ഹസൻ നിസാമി. അപ്പോൾ നമ്മുടെ കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയായ താജ് ഉൽ മാസിർ എന്ന കൃതി എഴുതിയതാണ് ഹസൻ നിസാമി. നെക്സ്റ്റ്, കുത്തബുദ്ദീൻ ഐബക്കിന് ശേഷം മകനായ ആരം ഷാ ആണ് അധികാരത്തിലേറിയത്. അപ്പോൾ കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ 1210 മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ആരം ഷാ എന്ന വ്യക്തിയാണ് അധികാരത്തിലേറിയത്. അതുപോലെ തന്നെ ആരം ഷായെ തോൽപ്പിച്ച് അധികാരത്തിലേറിയ വ്യക്തിയാണ് ഇൽത്തുമിഷ്. അപ്പോൾ 2 ഫാക്റ്റ് നമ്മളതിൽ പഠിച്ചു അവസാനമായിട്ട്. അതായത് 1210 കുത്തബുദ്ദീൻ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ആരം ഷാ എന്ന വ്യക്തി അധികാരത്തിൽ കയറി. പിന്നീട് ആരം ഷായെ തോൽപ്പിച്ചിട്ട് അധികാരത്തിലേറിയ വ്യക്തിയാണ് ഇൽത്തുമിഷ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വ്യക്തിയാണ് ഇൽത്തുമിഷ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഭരണ കാലഘട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1210 മുതൽ 1236 വരെയാണ്. അപ്പോൾ അതിലത്തെ ആദ്യത്തെ ഫാക്റ്റ്, അടിമയുടെ അടിമ, ദൈവഭൂമിയുടെ സംരക്ഷകൻ, ഭഗവത് ദാസന്മാരുടെ സഹായി എന്നിങ്ങനെ അറിയപ്പെട്ട ഭരണാധികാരിയാണ് ഇൽത്തുമിഷ്. അപ്പോൾ ഇൽത്തുമിഷ് അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട 3 വിശേഷണങ്ങൾ നമ്മൾ നോക്കി. അടിമയുടെ അടിമ, ദൈവഭൂമിയുടെ സംരക്ഷകൻ, ഭഗവത് ദാസന്മാരുടെ സഹായി എന്നിങ്ങനെ അറിയപ്പെടുന്ന ഒരു ഭരണാധികാരിയാണ് നമ്മുടെ ഇൽത്തുമിഷ്. നെക്സ്റ്റ്, ഇൽത്തുമിഷിൻ്റെ യഥാർത്ഥ നാമം ചോദിച്ചു കഴിഞ്ഞാൽ ഷംസുദ്ദീൻ എന്നാണ്. അപ്പോൾ ഇൽത്തുമിഷിൻ്റെ യഥാർത്ഥ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഷംസുദ്ദീൻ എന്നാണ്. നെക്സ്റ്റ്, ഡൽഹി സുൽത്താനേറ്റിൻ്റെ യഥാർത്ഥ ശില്പിയാണ് ഇൽത്തുമിഷ്. അപ്പോൾ ഇൽത്തുമിഷ് എന്ന് പറയുന്ന ഭരണാധികാരി ഡൽഹി സുൽത്താനേറ്റിൻ്റെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ്, മംഗോളിയക്കാരനായ ചെങ്കിസ് ഖാൻ ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ ഡൽഹി സുൽത്താനായിരുന്ന വ്യക്തിയാണ് ഇൽത്തുമിഷ്. ഇത് നടന്ന ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ, വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1221. അപ്പോൾ നമ്മുടെ 1221 മംഗോളിയക്കാരനായിട്ടുള്ള ചെങ്കിസ് ഖാൻ ഇന്ത്യയെ ആക്രമിക്കുന്ന സമയത്ത് ഡൽഹി സുൽത്താനായിരുന്നു ഇൽത്തുമിഷ്. അതുപോലെ തന്നെ ലാഹോറിന് പകരം ഡൽഹി തലസ്ഥാനമാക്കിയ സുൽത്താനാണ് ഇദ്ദേഹം. ലാഹോറിന് പകരം ഡൽഹി തലസ്ഥാനമാക്കിയ സുൽത്താനാണ് ഇൽത്തുമിഷ്. നെക്സ്റ്റ്, തൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ ഒരു ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കിയ ഡൽഹി സുൽത്താനാണ് ഇദ്ദേഹം. അപ്പോൾ തൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ ഒരു ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കിയ ഡൽഹി സുൽത്താനാണ് ഇൽത്തുമിഷ്. നെക്സ്റ്റ്, ഇൽത്തുമിഷ് പ്രചരിപ്പിച്ച വെള്ളി നാണയമാണ് തങ്ക. അതുപോലെ തന്നെ ഇൽത്തുമിഷ് പ്രചരിപ്പിച്ച ചെമ്പ് നാണയമാണ് ജിറ്റാൾ. അപ്പം ഇൽത്തുമിഷ് പ്രചരിപ്പിച്ച വെള്ളി നാണയമാണ് തങ്ക. അതുപോലെ തന്നെ ഇൽത്തുമിഷ് പ്രചരിപ്പിച്ച ചെമ്പ് നാണയമാണ് ജിറ്റാൾ. നെക്സ്റ്റ്, കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയ ഭരണാധികാരിയാണ് ഇൽത്തുമിഷ്. കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയ ഭരണാധികാരിയാണ് ഇൽത്തുമിഷ്. നമ്മൾ നേരത്തെ പറഞ്ഞത് കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ച ഭരണാധികാരി കുത്തബുദ്ദീൻ ഐബക്കാണ്. പക്ഷേ കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയ ഭരണാധികാരി ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറാണ് ഇൽത്തുമിഷ്. നെക്സ്റ്റ്, ഡൽഹിയിൽ 40 പ്രഭുക്കളുടെ സഭയായ ചാലിസ, അതായത് ചിഹൽഖാന രൂപീകരിച്ച വ്യക്തിയാണ് നമ്മുടെ ഇൽത്തുമിഷ്. ഡൽഹിയിൽ 40 പ്രഭുക്കളുടെ സഭയായിട്ടുള്ള ചാലിസ അഥവാ ചിഹൽഖാന രൂപീകരിച്ച ഭരണാധികാരിയാണ് ഇൽത്തുമിഷ്. നെക്സ്റ്റ്, ബാഗ്ദാദിലെ ഖലീഫ ഇൽത്തുമിഷിന് നൽകിയ ബഹുമതിയാണ് സുൽത്താൻ ഇ അസം. അപ്പോൾ സുൽത്താൻ ഇ അസം എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് ഇൽത്തുമിഷ്. ഇത്തരമൊരു ബഹുമതി ഇദ്ദേഹത്തിന് നൽകിയത് ബാഗ്ദാദിലെ ഖലീഫയാണ്. നെക്സ്റ്റ്, നാണയങ്ങളിൽ ഖലീഫയുടെ പ്രതിനിധിയാണ് ഞാൻ എന്ന് രേഖപ്പെടുത്തിയ ഭരണാധികാരിയാണ് ഇൽത്തുമിഷ്.
എന്താണ് നാണയങ്ങളിൽ ഖലീഫയുടെ പ്രതിനിധിയാണ് ഞാൻ എന്ന് രേഖപ്പെടുത്തിയ ഭരണാധികാരിയാണ് നമ്മുടെ ഇൽത്തുമിഷ്. നെക്സ്റ്റ്, ഇൽത്തുമിഷ് അന്തരിച്ച വർഷമാണ് 1236. അപ്പോൾ 1236 നമ്മുടെ ഇൽത്തുമിഷ് അന്തരിച്ചത്. നെക്സ്റ്റ്, മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങൾ കീഴടക്കിയ ഡൽഹി സുൽത്താനാണ് ഇൽത്തുമിഷ്. അപ്പോൾ നമ്മുടെ ഇൽത്തുമിഷ് കീഴടക്കിയിട്ടുള്ള പ്രദേശങ്ങളാണ് മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ തുടങ്ങിയവ. നെക്സ്റ്റ്, ഇൽത്തുമിഷിന് ശേഷം ഡൽഹിയിൽ അധികാരത്തിലേറിയത് മകളായ റസിയ സുൽത്താനാണ്. അപ്പോൾ ഇൽത്തുമിഷിൻ്റെ മകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റസിയ സുൽത്താന. അപ്പോൾ ഇൽത്തുമിഷിൻ്റെ മരണശേഷം, അതായത് 1236 ഇൽത്തുമിഷ് മരിച്ചതിന് ശേഷം ഡൽഹിയിൽ അധികാരത്തിലേറിയത് അദ്ദേഹത്തിൻ്റെ മകളായിരുന്ന റസിയ സുൽത്താനയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു വ്യക്തിയാണ് റസിയ സുൽത്താന. റസിയ സുൽത്താനയുടെ ഭരണകാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ 1236 മുതൽ 1240 വരെയാണ്. നെക്സ്റ്റ്, അപ്പോൾ അടുത്തൊരു ഫാക്റ്റ്, ഡൽഹി സിംഹാസനത്തിലിരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വനിതയാണ് റസിയ സുൽത്താന. ഈ ഫാക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഡൽഹി സിംഹാസനത്തിലിരുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുൽത്താന റസിയാണ്. അത് ഇൽത്തുമിഷിൻ്റെ മകളാണ്. നെക്സ്റ്റ്, ഡൽഹി സിംഹാസനത്തിലിരുന്ന ഏക മുസ്ലിം വനിത കൂടിയാണ് സുൽത്താന റസിയ. 2 ഫാക്റ്റുകൾ, ഡൽഹി സിംഹാസനത്തിലിരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വനിതയും ഏക മുസ്ലിം വനിതയുമാണ് സുൽത്താന റസിയ. നെക്സ്റ്റ്, സുൽത്താന റസിയയെ വിവാഹം കഴിച്ചത് മാലിക് അൽ തുനിയ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇഖ്തിയാർ അൽ തുണി എന്നും അറിയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ സുൽത്താന റസിയയെ വിവാഹം കഴിച്ച വ്യക്തിയുടെ പേരാണ് മാലിക് അൽ തുനിയ. പിന്നീട് ഒരു ഫാക്റ്റ്, സുൽത്താന റസിയയ്ക്ക് ശേഷം നിരവധി പേർ ഡൽഹി ഭരിച്ചുവെങ്കിലും പ്രഗത്ഭനായ ഭരണാധികാരി ബാൽബനായിരുന്നു. എന്താണ്? സുൽത്താന റസിയയ്ക്ക് ശേഷം നിരവധി പേര് ഡൽഹി ഭരിച്ചുവെങ്കിലും പ്രഗത്ഭനായ ഭരണാധികാരി ബാൽബനായിരുന്നു. ഇനി നമുക്ക് കൺഫ്യൂഷൻ വരുന്ന 2 ഫാക്റ്റുകൾ നോക്കാം. ഇഖ്ത സമ്പ്രദായം ആദ്യമായി പ്രചാരത്തിൽ കൊണ്ടുവന്നത് കുത്തബുദ്ദീൻ ഐബക്കാണ്. അതുപോലെ തന്നെ ഇഖ്ത സമ്പ്രദായം വിപുലീകരിച്ച് നടപ്പിലാക്കിയത് ഇൽത്തുമിഷാണ്. ശ്രദ്ധിക്കുക, ഇഖ്ത എന്നൊരു സമ്പ്രദായമുണ്ട്, അത് ആദ്യമായിട്ട് പ്രചാരത്തിൽ കൊണ്ടുവന്നത് നമ്മുടെ കുത്തബുദ്ദീൻ ഐബക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സമ്പ്രദായം വിപുലീകരിച്ചിട്ട്, അതായത് ഡെവലപ്പ് ചെയ്തിട്ട് നടപ്പിലാക്കിയത് നമ്മുടെ ഇൽത്തുമിഷ് എന്ന് പറഞ്ഞ ഭരണാധികാരിയാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്ത്യൻ ചരിത്രത്തിൽ എപ്പിസോഡ് 2 പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഫാക്റ്റുകളാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.